അന്ന് ഒരു പതിവുണ്ട്, ഈ മണവാട്ടിക്ക് കൂട്ടായിട്ട് ആരെങ്കിലും വരണം. അന്ന് വന്നത് അപ്പച്ചൻ്റെ വടതല അപ്പച്ചൻ്റെ അനിയൻ്റെ ഭാര്യ മേരി ടീച്ചറും അനക്കോച്ചാപ്പനും, അനക്ലോസ്ത പേര് ടീച്ചർ അധ്യാപകനാണ് സ്കൂളിൽ ഏറ്റവും അപ്പച്ചൻ്റെ അദ്ദേഹം കൂടി വന്നാണ് വീട്ടിൽ താമസിച്ചത്. അനക്കോച്ചാപ്പൻ വൈകുന്നേരം നിന്ന് പോയി പിന്നെ മേരി ടീച്ചർ അവിടെ താമസിച്ചു, വീട്ടിൽ 3 ദിവസം താമസിച്ചു. അപ്പോൾ ഞങ്ങളുടെ കക്കൂസ ഒരു ബുദ്ധിമുട്ടായിരുന്നു അവർ, കാരണം തോട്ടിലേക്കുള്ള കെട്ടിവെച്ചിരിക്കുന്ന അടുക്കളയാണ് പക്ഷെ അതൊക്കെ സഹകരിച്ച് പോയി. കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് വന്നപ്പോൾ ഫാദറിൻ്റെയും വന്നിരുന്നു, ബെർണാഡ് ഇൻസ്പെക്ടർ പറഞ്ഞു, എൻ്റെ അപ്പനോട് പറഞ്ഞു, ഒരു കക്കൂസ ഉണ്ടാക്കണം, ഒരു ഇന്ത്യൻ ക്ലോസറ്റുള്ള ഒരു കക്കൂസ ഉണ്ടാക്കണം നിങ്ങൾ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായി ഇന്ത്യൻ ക്ലോസറ്റുള്ള ഒരു കക്കൂസ ഉണ്ടാക്കുന്നത്. അത് കുളിക്കാനായിട്ട് പ്രത്യേക കുളിമുറിയും ഒക്കെ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ അത് സ്നേഹത്തോടു കൂടി. അപ്പോൾ ഞങ്ങളൊക്കെ പിന്നീട് ഇവിടെ കുമ്പളങ്ങിയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി സൗഹൃദമായിട്ടും ഷെർലിക്ക് ശ്വാസം മുട്ടാതെയും കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് നേരെ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വടതലയ്ക്ക് പോയി. വടതലയായിരുന്നു തുടങ്ങി എൻ്റെ പിന്നീടുള്ള ജീവിതം. അവിടെ നിന്ന് ബോട്ടിൽ കയറി ഞാൻ തേവലയിലേക്ക് പോകുമ്പോൾ ഭക്ഷണം കൊണ്ടുപോകും. ഷെർലിയാണ് ഭക്ഷണം എനിക്ക് തരുന്നത്. ഒരു 3 തട്ടുള്ള ഒരു കാരിയറിൽ ആണ് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ അത് ഒരു രസകരമായി പിന്നീട് വളർന്നു. അപ്പോൾ ഷെർലി നല്ല ഭക്ഷണം തന്നേക്ക്, ചെമ്മീൻ വറുത്തത്, മീൻ വറുത്തത്, ചണ്ട് കറി ഇതൊക്കെ ഉണ്ടാവും. അപ്പം ഞാനറിയാതെ ചില കത്തിടപാടുകൾ ഈ ബാസ്ക്കറ്റിലൂടെ നടന്നിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ഷെയർ ചെയ്യും, എല്ലാവരും ഷെയർ ചെയ്യും ഭക്ഷണം, എല്ലാവരും ഭക്ഷണം കൊണ്ടപ്പോൾ ഷെയർ ചെയ്യും. പക്ഷേ എൻ്റെ ഈ ബാസ്ക്കറ്റിൽ അധ്യാപകർ ജോസഫ് സാർ ഉൾപ്പെടെ എഴുതി, ഇന്ന് കൊടുത്തയച്ച ഞണ്ട് കറി അടുത്ത തവണ കുറച്ച് കൂടുതൽ കൊടുത്തയക്കണം, മീൻ വറുത്തത് കുറച്ച് കൂടുതൽ കൊടുത്തയക്കണം എന്ന് പറഞ്ഞ് ഓരോന്നിനെക്കുറിച്ച് കമൻറ്റ് പറഞ്ഞ് എഴുതി വെച്ചിരിക്കും. ഷെർലി അത് വായിച്ചതിന് ശേഷം അതുപോലെ ഞാൻ അറിയുന്നില്ല, പിന്നീടാണ് ഇങ്ങനൊരു എഴുത്തുകുത്തുകളും ആ എഴുത്തുകുത്തുകൂടെ കൂടുതൽ രുചികരമായ ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തിരുന്നതെന്ന് ഞാൻ അറിയുന്നത്. ഷെർലി പിന്നീട് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ കുട്ടികളുമായിട്ടും അധ്യാപകരുമായിട്ടും കൂടുതൽ അടുക്കാൻ തുടങ്ങി. ഞാൻ ട്യൂഷൻ എടുക്കുമായിരുന്നു. അപ്പോൾ ഈ വടതല വീട്ടിലെ കുട്ടികൾ വരും ശനിയും ഞായറും, ഞാൻ ട്യൂഷൻ, അതിലേക്കൊരു വരുമാന സ്രോതസ്സ് കൂടിയായിരുന്നു അക്കാലത്ത്. അപ്പോൾ അവിടെ ഇരുന്ന് കുട്ടികളുമായിട്ട് ചായയൊക്കെ കുടിക്കും. അങ്ങനെ ഒരു സന്തോഷകരമായ ജീവിതത്തിൻ്റെ തുടക്കം വടതലയിൽ നടക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടായൊരു കാര്യം, ഷെർലിക്ക് ബാംഗ്ലൂർ പോയി പഠിക്കണമെന്നുണ്ടായിരുന്നു BEdന്. അപ്പോൾ അഡ്മിഷനൊക്കെ ആയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, പോകാനുള്ള തയ്യാറെടുപ്പിക്കുമ്പോഴാണ് ഷെർലി പ്രഗ്നൻ്റ് ആകുന്നത്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 4-5 മാസം ആയിട്ടുള്ളൂ. അപ്പോൾ എന്നോട് പറഞ്ഞു പ്രഗ്നൻ്റായി. അപ്പോൾ ഞങ്ങൾ പരിശോധിക്കാനായിട്ട് ലിസിയിൽ ആശുപത്രിയിൽ പോയി നോക്കിയപ്പോൾ പ്രഗ്നൻ്റായി. എന്താ വേണ്ടേ? അപ്പോൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് അന്ന് ഡോക്ടർ ജോസഫ് കുര്യൻ, അതിപ്രഗത്ഭനായ 9 ഗോൾഡ് മെഡൽ ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡോക്ടറാണ്. കാണുമ്പോൾ നമുക്ക് തോന്നുക അല്പം ചരിഞ്ഞ് ഒക്കെ നടക്കുന്നതെങ്കിലും അതിപ്രഗത്ഭനാണ്. അപ്പോൾ എനിക്ക് അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. കോളേജിൽ ഞാൻ പഠിക്കുന്ന കാലത്തും പഠിപ്പിക്കുന്ന കാലത്തും ഉള്ള ബന്ധമാണത്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രഗത്ഭനാണ്, നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവല്ലേ, അതിനെക്കുറിച്ച് നിങ്ങൾ അധികം പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല, ദൈവം തന്ന കുഞ്ഞാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു അബോർഷൻ പോലെ ആലോചിച്ച സന്ദർഭമാണ്, കാരണം പഠിക്കാൻ പോകണ്ടേ. അപ്പോൾ പറഞ്ഞു, അതല്ല, ദൈവം നിങ്ങൾക്ക് തന്ന കുഞ്ഞിനെ സന്തോഷത്തോടെ വളർത്തി. എത്രയോ ആളുകൾക്ക് കുഞ്ഞുങ്ങളില്ല. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ പരിശോധനയിൽ ഷെർലിയുടെ ഇടത് കാലിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ പാട് എന്നിട്ട് പറഞ്ഞത് എക്സിമയാണ്, ശ്രദ്ധിക്കണം, എപ്പോഴെങ്കിലും, ഇപ്പോഴൊന്നും സംഭവിക്കില്ല, കിഡ്നിയെ ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്. പിന്നീട് 54 വർഷങ്ങൾക്ക് ശേഷമാണ് കിഡ്നിയിൽ അസുഖം ബാധിച്ച ക്രിയാറ്റിൻ കൂടി ഷെർലി അവസാനം ഞങ്ങളിൽ നിന്ന് വേർപിരിയുന്നത്. പക്ഷേ 54 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തു. അപ്പോൾ പിന്നീട് ഞങ്ങളിത് വിട്ടുപോകാൻ അത് മാത്രമായിരുന്നില്ല, കോവിഡ് വന്നതിന് ശേഷമുണ്ടായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അന്ന് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നതിനുള്ള ഒരു ആരംഭമായി. വീട്ടിൽ വന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അപ്പച്ചനും അമ്മച്ചിക്കും വലിയ സന്തോഷം. എൻ്റെ അപ്പനും അമ്മനാണെങ്കിൽ ഏറ്റവും വലിയ സന്തോഷം, നിങ്ങൾ കുഞ്ഞ് ജനിക്കില്ല, ആ കുഞ്ഞിനെ നോക്കുക. അങ്ങനെയാണ് ബിജു ജനിക്കുന്നത്. ബിജു ജനിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കുഞ്ഞല്ലേ, ആഡംബരപൂർവ്വം മാമോദീസ നടത്തണം.
അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം കെ ഇ ആൻ്റണി സാറും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടി വേണം മാമോദീസ നടത്താൻ, പതിഞ്ഞപ്പനും പതിഞ്ഞമ്മയുമാകാൻ ഞങ്ങളുടെ ഭാഷയിൽ. പക്ഷെ അവർ സുറിയാനിക്കാരാണ്, ഞാൻ ലത്തീനാണ്. സാധാരണ അങ്ങനൊരു ബന്ധം നടത്തുക അത്ര എളുപ്പമല്ല. എങ്കിലും ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഇങ്ങനൊരു ആഗ്രഹമുണ്ട്. സാറിൻ്റെ ഷെല്ലിയുടെ അടുത്ത് തന്നെ കൊണ്ടുപോയത്, സാറിൻ്റെ ഷെല്ലി ആദ്യമായിട്ട് കാണുന്നതും ഈ ബന്ധം തുടങ്ങുന്നതും. അതുകൊണ്ട് ഞങ്ങളുടെ ആഗ്രഹം, ഷെർലി ഒരു കുഞ്ഞിനെ പ്രസവിച്ചിരിക്കുന്നു, ആ കുഞ്ഞിൻ്റെ തല തൊടുന്നത് മാമോദീസ സാറ് ചെയ്യണം എന്നാഗ്രഹം. അത് സാറ് ഞങ്ങൾ ലത്തീൻകാർ ചെയ്യണ പോലെയൊന്നും ചെയ്യേണ്ട, സാറ് വന്നാൽ മതി. അപ്പോൾ സാർ അതൊന്നും പറ്റില്ല, ഞാൻ തന്നെ ചെയ്യും. ലത്തീൻ രീതിയിൽ കുട്ടിക്ക് ഡ്രസ്സ് കൊടുക്കണം, വീട്ടിൽ ഡ്രിങ്ക്സ് കൊടുക്കണം, അങ്ങനെ ഒരു കുറച്ച് ചിലവുള്ളൊരു ഏർപ്പാടാണ്. അത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ബിജുവിൻ്റെ മാമോദീസ വടുതല സെൻറ്റ് ആൻ്റണീസ് പള്ളിയിൽ നടത്തുന്നതും. അതും വലിയ ആഘോഷത്തിലാണ് നടത്തുന്നത്. അപ്പോൾ അപ്പൻ്റെ അന്ന് ചിലവിന് വേണ്ടി ഞാനിന്ന് ഓർക്കുന്ന 1000 രൂപ എൻ്റെ തന്നത്. അന്നത്തെ 1000 രൂപ എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് ശമ്പളം കിട്ടുന്നത് 250-300 രൂപയാണ്, 350 രൂപയാണ്. അപ്പോഴാണ് 1000 രൂപ ഞാൻ പറഞ്ഞപ്പോൾ എന്താ അത് കൊടുത്തേരെ അവർക്ക്, സന്തോഷമാവട്ടെ. അങ്ങനെ ഞങ്ങളുടെ ഒരു ജീവിതം വടുതലയിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ബിജു ജനിച്ചതോടുകൂടി അപ്പച്ചനും അമ്മച്ചയ്ക്കും വലിയ സന്തോഷമായി. ഒരു കുഞ്ഞുമോനെ വളർത്തിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ ബിജു വളർന്ന് വന്ന് ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴാണ് രേഖ ജനിക്കുന്നത്, പെൺകുട്ടി. ആ രേഖ ജനിക്കുന്നത്, ബിജു ജനിച്ചത് വൃദ്ധാശുപത്രിയിലാണെങ്കിൽ രേഖ ജനിക്കുന്നത് അന്ന് സിറ്റി ആശുപത്രിയിലാണ്. രേഖയുടെ ജനനം കഴിഞ്ഞ് വീണ്ടും ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ അവൻ ജനിച്ചത് ഞങ്ങൾ തോപ്പമ്പടിയിലേക്ക് മാറിയതിന് ശേഷം. തോപ്പമ്പടിയിൽ ഞങ്ങൾ ആദ്യം വാടകയ്ക്ക് വീടെടുത്തപ്പോൾ ജോജോയുടെ കല്യാണം കഴിഞ്ഞിരുന്നു. ആ ജോജോയുടെ കല്യാണത്തിന് പെണ്ണിനെ കണ്ടുപിടിച്ചതും ഞാൻ കൂടെ പോയിട്ടാണ്. ജോജോയുടെ വൈഫിൻ്റെ വീട് ഇവിടെ കടവന്തറയിലാണ്. അവർ വള്ളവനാട് വീട്ടുകാരാണ്, വള്ളനാട്ടുകാരാണ്. ഞങ്ങളുടെ വി എ ജോസഫ് സാറിൻ്റെ ബന്ധു കൂടിയാണ്. അപ്പോൾ ഞാനവിടെ പോയി പെൺകുട്ടി ഞാൻ ജോജോയും കൂടി കണ്ടു. പിന്നെ സെൻറ്റ് തെരേസാസിലെ അധ്യാപികയാണ് ലൂസിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ കല്യാണം നടന്നു. അവർ വടുതല വീട്ടിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ആദ്യം വാടക വീട്ടെടുത്ത് ഈ പാരി ജംഗ്ഷൻ അടുത്തൊരു വീട് വാടക എടുത്ത് താമസിച്ചു. പിന്നീട് ഞങ്ങൾ സ്വന്തമായിട്ടൊരു ചെറിയ വീട് ഇപ്പോഴുള്ള നമ്മുടെ സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ നിന്ന് പടിഞ്ഞോട്ട് പോകുന്ന TNR ക്രോസ് റോഡിൽ ഒരു ചെറിയ സ്ഥലം വാങ്ങിച്ചൊരു 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് അവിടെ ഒരു ചെറിയ വീട് വെച്ചു, ഓടിട്ടൊരു ചെറിയ വീട്. അവിടെ അങ്ങനെ ജീവിതം ആരംഭിക്കുകയും അപ്പോഴാണ് ജോ ജനിക്കുന്നത്. അത് ഇവിടെ തോപ്പുപടിയിലെ ആശുപത്രിയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു ജീവിതത്തിൻ്റെ വടുതലയിൽ നിന്ന് ആരംഭിച്ച് തോപ്പുംപടിയിലെത്തുകയാണ്. ഈ സമയം കൊണ്ട് ഞാൻ സാവധാനത്തിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു. 1972 ആയപ്പോൾ ഞാൻ INTUCയുടെ കൊച്ചി താലൂക്ക് സെക്രട്ടറിയായി. ദാരാസിംഗാണ് ഇവിടുത്തെ INTUCയുടെ നേതാവ്, കൊച്ചിൻ ബോട്ടിലേക്ക് നേതാവ്, സംസ്ഥാന INTUCയുടെ ഉപാധ്യക്ഷൻ, വളരെ ശക്തനായ നേതാവാണ്. അദ്ദേഹത്തോട് അടുക്കാൻ കാരണം അക്കാലത്ത് കുമ്പളങ്ങിയും ധാരാളം ആളുകൾ INTUCക്കാർ ഐലൻഡിൽ പോയിരുന്നു ജോലി ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഒരു ഓഫീസുണ്ട് കുമ്പളങ്ങിയിൽ. അപ്പോൾ ഞാൻ ഞായറാഴ്ച കുമ്പളങ്ങിയിലേക്ക് വരുമ്പോൾ ഈ ദാരാസിംഗിൻ്റെ കാർ അവിടെ കാണും. അവിടെ പെരുമ്പള്ളി വക്കച്ചൻ തുടങ്ങിയ കുറേ സുഹൃത്തുക്കളുണ്ട്. കൊച്ചിയിലെ ആന്റണി ചേട്ടനുണ്ട്, അന്നത്തെ തലമൂത്ത കോൺഗ്രസ് നേതാവാണ്. അപ്പോൾ അവരോടൊപ്പം ഞാൻ ദാരാസിംഗുമായിട്ട് പരിചയപ്പെട്ടു. അങ്ങനെ ദാരാസിംഗിൻ്റെ മട്ടാഞ്ചേരിയിലെ ഓഫീസിൽ പോയി. അങ്ങനെ എന്നെ അദ്ദേഹം INTUCയിലേക്ക് കൊണ്ടുവന്ന് കോട്ടയത്ത് നടന്ന സമ്മേളനത്തിൽ വെച്ചാണ്, INTUC സമ്മേളനത്തിൽ വെച്ചാണ് എന്നെ താലൂക്ക് ജനറൽ സെക്രട്ടറി ആക്കി. അവിടുന്ന് ഞാൻ സാവധാനത്തിൽ സ്റ്റീഫൻ സാറുമായിട്ട് പരിചയപ്പെടാൻ തുടങ്ങി. അന്ന് സ്റ്റീഫൻ സാറിന് KPC ജംഗ്ഷനിൽ ഒരു വക്കീൽ ഓഫീസുണ്ട്. അപ്പോൾ അത് 2 നില കെട്ടിടമാണ്. സാറ് മുകളിലാണ് കിടക്കുന്നതും സാറിൻ്റെ ഓഫീസും. താഴെ VP വരക്കാർ ഉൾപ്പെടെ ഞങ്ങൾ കുറേ ആളുകൾ ഇരിക്കും, യൂണിയൻ്റെ കാര്യങ്ങൾ നടക്കും. അന്ന് അദ്ദേഹം സോഷ്യലിസ്റ്റ് ലേബർ എന്ന് പറയുന്ന ഒരു മന്ത്രി ഇറക്കിയിരുന്നു. വിക്ടർ ലീനസിനെ പോലെ, പൊന്നിക്കര റാഫിയെ പോലെ പ്രഗത്ഭരായ എഴുത്തുകാരും അവിടെ ഉണ്ടായിരുന്നു. സാഹിത്യത്തിലും പ്രസംഗത്തിലും സ്റ്റീഫൻ സാർ അതികായനായിരുന്നു. അങ്ങനെയാണ് സാറുമായിട്ട് പരിചയപ്പെടുന്നത്. ഇങ്ങനെ സാവധാനത്തിൽ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ വന്ന INTUCയിലെത്തിയപ്പോഴാണ് അന്ന് TH മുസ്തഫ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ്.
തൊട്ടടുത്ത ആണ് DCC ഓഫീസ്, KPC ഓഫീസും DC ഓഫീസും ഒറ്റ കെട്ടിടത്തിലാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പോയി THനെ കാണും. അവിടുത്തെ എഴുത്തുകുത്തുകളിലൊക്കെ സഹായിക്കാൻ പ്രത്യേക ഇംഗ്ലീഷ് എഴുത്തുകുത്ത് ഞാനാണ് സഹായിച്ചിരുന്നത്. ഒരു ഇംഗ്ലീഷിൽ എഴുതണമെങ്കിൽ ഞാൻ സഹായിക്കും, മറ്റു കാര്യങ്ങളിൽ സഹായിക്കും. അങ്ങനെ സാവധാനത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു. അതോടൊപ്പം പുല്ലുവെട്ട് തൊഴിലാളി എന്ന് പറഞ്ഞ് മാറ്റുപ്പേരി സാറ് പ്രസിഡൻ്റായ ഒരു യൂണിയൻ ഐലൻഡിലുണ്ടായിരുന്നു. അന്ന് ശക്തമായൊരു യൂണിയനാണ് അത്, പുല്ലുവെട്ട് തൊഴിലാളി. അതിൽ സാറിനെ ജനറൽ സെക്രട്ടറി ആക്കി. അങ്ങനെ മാറ്റുപ്പേരി സാറ് കൂടി എന്നെ ഈ കാര്യത്തിൽ സഹായിച്ച് ഞാൻ സാവധാനത്തിൽ INTUസിലേക്കും INTUസിൽ നിന്നും കോൺഗ്രസ്സിലേക്കും കയറി ചെന്നു. INTUസിയുടെ പിന്നീട് നടന്ന ഇവിടെ തേവരയിൽ നടന്ന സമ്മേളനത്തിൽ വെച്ച് എന്നെ ഓർഗനൈസിങ് സെക്രട്ടറി ആക്കി. അതൊരു വലിയ തീരുമാനമായിരുന്നു. അത് 1978-80 കാലഘട്ടത്തിലാണ്. ആ ഓർഗനൈസിങ് സെക്രട്ടറി ആക്കിയതോട് സാറിനെ അന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബോർഡിൽ സദേൺ സോണിൻ്റെ ബോർഡിലാക്കി. അന്ന് CL ആനന്ദ് ഉൾപ്പെടെയുള്ള അതിപ്രഗത്ഭരായ കുട്ടിമേനോൻ, പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ നേതാവ് കുട്ടിമേനോൻ ഉൾപ്പെടെയുള്ളവരാണ് അന്നത്തെ ഈ SBIയുടെ ബോർഡിലുള്ളത്. വലിയൊരു അംഗീകാരമായിരുന്നു അത് 80-ൽ. അതുപോലെ പിന്നെ ടെലിഫോൺ അഡ്വൈസറി കമ്മിറ്റിയിൽ വന്നു. അപ്പോൾ സാറ് ആ സമയം കൊണ്ട് പ്രതിപക്ഷ നേതാവും അത് കഴിഞ്ഞിട്ട് ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വന്നപ്പോൾ കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്ററുമായി, ഷിപ്പിംഗ് ആൻഡ് സർഫസ് ട്രാൻസ്പോർട്ട് മന്ത്രിയായി, കമ്മ്യൂണിക്കേഷൻ മന്ത്രിയായി. ഇങ്ങനെയൊക്കെ ഉള്ള കാലഘട്ടം ഞങ്ങൾക്കൊക്കെ വലിയ അംഗീകാരമായിരുന്നു. അങ്ങനെ സ്റ്റീഫൻ സാറിനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് K. കരുണാകരനെ പരിചയപ്പെട്ടു വരുന്നത്. ആ ബന്ധം പിന്നീട് വളരെ ലഘുവായിട്ടുള്ള ബന്ധം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ ബന്ധമാണ്. സ്റ്റീഫൻ ജി 80 മരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റീഫൻ സാറിൻ്റെ മരണം എന്നെ വല്ലാതെ ബാധിച്ച ഒരാളാണ് ഞാൻ. അദ്ദേഹം ഇടുക്കിക്ക് മത്സരിക്കാൻ വേണ്ടി ഇടുക്കിയിലേക്ക് പോകുന്ന വഴിക്കാണ് ഇവിടെ ഞങ്ങൾ വെല്ലിംഗ്ടൺ ഐലൻഡ് എയർപോർട്ടിൽ സ്വീകരിച്ചതാണ് അദ്ദേഹത്തെ. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു.